majoritarianism in Sri Lanka. The democratically elected government of Sri Lanka adopted a series of measures to establish Sinhala supremacy. ശ്രീലങ്കയിലെ ജനാധിപത്യ ഗവൺമെന്റ് സിംഹള ഭാഷ സംസാരിക്കുന്നവരുടെ ആധിപത്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചില നടപടികൾ സ്വീകരിച്ചു. അതിനെയാണ് ശ്രീലങ്കയിലെ മെജോറിറ്റേറിയനിസം എന്നറിയപ്പെടുന്നത്. ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾ ന്യൂനപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. മെജോറിറ്റേറിയനിസം ഇൻ ശ്രീലങ്ക. The democratically elected government of Sri Lanka adopted a series of majoritarian measures to establish Sinhala supremacy. സിംഹളന്മാരുടെ സിംഹള ഭാഷ സംസാരിക്കുന്നവരുടെ മേധാവിത്വം, അവരുടെ ആധിപത്യം തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രീലങ്കയിലെ ജനാധിപത്യ ഗവൺമെന്റ് ചില നടപടികൾ സ്വീകരിച്ചു. The democratically elected government of Sri Lanka adopted a series of majoritarian measures to establish Sinhala supremacy. The democratically elected government of Sri Lanka adopted a series of majoritarian measures to establish Sinhala supremacy. ഏതൊക്കെ മെഷേഴ്സ് ആണ് അവിടുത്തെ ജനാധിപത്യ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒന്നാമത്തെ നടപടി ഇതായിരുന്നു. In 1956 the government of Sri Lanka passed an act to recognize Sinhala as the only official language. 1956 ശ്രീലങ്കയിലെ ഗവൺമെന്റ് ഒരു നിയമം നിർമ്മിക്കുകയും ആ നിയമപ്രകാരം സിംഹള ഭാഷയെ ശ്രീലങ്കയിലെ ഒരേ ഒരു ഔദ്യോഗിക ഭാഷയായി മാറ്റുകയും ചെയ്തു. അപ്പൊ സിംഹളന്മാരുടെ ആധിപത്യം തമിഴന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രീലങ്കയിലെ ജനാധിപത്യ ഗവൺമെന്റ് 1956 ഒരു നിയമം നിർമ്മിച്ചു. In 1956 an act was passed to recognize Sinhala as the only official language of the country. രാജ്യത്തിലെ ഒരേ ഒരു ഔദ്യോഗിക ഭാഷയായി സിംഹള ഭാഷയെ അംഗീകരിക്കുന്നതിനായി 1956 ഒരു നിയമം നിർമ്മിച്ചു. 1956 ആക്ട് അനുസരിച്ച് സിംഹള ഭാഷയെ ശ്രീലങ്കയിലെ ഒരേ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. രണ്ടാമത്തെ നടപടി ഇതായിരുന്നു. സിംഹളന്മാരുടെ ആധിപത്യം തമിഴന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് 1956 ഒരു നിയമം നിർമ്മിക്കുകയും ആ നിയമപ്രകാരം സിംഹള ഭാഷയെ ശ്രീലങ്കയുടെ ഒരേ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും ചെയ്തു. The government of Sri Lanka followed preferential policies that favored Sinhala applicants for university positions and government jobs. സർവകലാശാലകളിലെ ജോലികളിലും ഗവൺമെന്റ് ജോലികളിലും സിംഹളന്മാർക്ക് പ്രവേശനം നൽകാനായി ഗവൺമെന്റ് പല നടപടികളും സ്വീകരിച്ചു. സിംഹളന്മാരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് യൂണിവേഴ്സിറ്റികളിലും മറ്റ് ഗവൺമെന്റ് ജോലികളിലും അവർക്ക് പ്രത്യേക പരിഗണന നൽകി. The government followed preferential policies. The government of Sri Lanka followed preferential policies that favored Sinhala applicants in university positions and government jobs. സർവകലാശാലകളിലെ ഉദ്യോഗങ്ങളിലും മറ്റ് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലും സിംഹളന്മാർക്ക് പ്രവേശനം നൽകാൻ വേണ്ടി ശ്രീലങ്കയിലെ ഗവൺമെന്റ് അവർക്ക് അനുകൂലമായ അവരെ പ്രിഫർ ചെയ്തുകൊണ്ട് അവരെ ഫേവർ ചെയ്തുകൊണ്ട് അവർക്ക് അനുകൂലമായ പല നടപടികളും സ്വീകരിച്ചു. A new constitution. ശ്രീലങ്കയിലെ ജനാധിപത്യ ഗവൺമെന്റ് ഒരു പുതിയ ഭരണഘടന നിർമ്മിച്ചു. A new constitution stipulated that the state shall foster and protect Buddhism. ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കുകയും ആ ഭരണഘടന പ്രകാരം രാഷ്ട്രം
ബുദ്ധമതത്തെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. പുതിയ ഭരണഘടന അനുസരിച്ച് a new constitution stipulated that the state shall protect and foster Buddhism. ബുദ്ധമതത്തെ സംരക്ഷിക്കുന്നതിനും ബുദ്ധമതത്തെ വളർത്തുന്നതിനും വേണ്ടി ഒരു പുതിയ ഭരണഘടനയും നിർമ്മിച്ചു. ഇങ്ങനെ സിംഹളന്മാരുടെ ആധിപത്യം തമിഴന്മാരുടെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രീലങ്കയിലെ ജനാധിപത്യ ഗവൺമെന്റ് പല നടപടികളും സ്വീകരിച്ചു. ഈ നടപടികളെയാണ് മെജോറിറ്റേറിയനിസം എന്നറിയപ്പെടുന്നത്. ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾ ന്യൂനപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രീലങ്കയിലെ ഭൂരിപക്ഷം വരുന്ന സിംഹള സ്പീക്കേഴ്സിന്റെ താല്പര്യങ്ങൾ ന്യൂനപക്ഷം വരുന്ന തമിഴ് സ്പീക്കേഴ്സിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രീലങ്കയിലെ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിച്ച ഇത്തരം നടപടികളെയാണ് മെജോറിറ്റേറിയനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. A new constitution, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. A new constitution
ഗവൺമെന്റ് ജോലിയും മറ്റും നേടുന്നതിൽ നിന്ന് തങ്ങളോട് ഗവൺമെന്റ് വിവേചനം കാട്ടുന്നതായി അവർക്ക് ബോധ്യമായി. As a result, there arise a distrust between Tamils and Sinhalas. അതിന്റെ ഫലമായി ശ്രീലങ്കയിൽ തമിഴ്സും സിംഹളാസും തമ്മിൽ ശത്രുതയുണ്ടായി, ഡിസ്ട്രസ് ഉണ്ടായി, അവിശ്വാസം ഉണ്ടായി. This distrust led to an open war. ഈ ഡിസ്ട്രസ്, ഈ അവിശ്വാസം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചു. That is known as the civil war in Sri Lanka. അതാണ് ശ്രീലങ്കയിലെ സിവിൽ വാർ എന്ന പേരിൽ അറിയപ്പെടുന്ന, ആഭ്യന്തര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീലങ്കയിലെ സിംഹള കമ്മ്യൂണിറ്റിയും തമിഴ് കമ്മ്യൂണിറ്റിയും തമ്മിലുണ്ടായ ഓപ്പൺ വാറിനെയാണ് സിവിൽ വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പവർ ഷെയറിംഗ് ഇൻ ബെൽജിയം or accommodation in Belgium or Belgian model. ശ്രീലങ്കയിൽ മെജോറിറ്റേറിയനിസം ആണെങ്കിൽ അതിൻ്റെ നേർ ഓപ്പോസിറ്റ്, അതിൻ്റെ വിപരീതമായ പവർ ഷെയറിംഗ് ആണ് ബെൽജിയത്തിലുള്ളത്. അക്കോമഡേഷൻ ഓർ പവർ ഷെയറിംഗ് ഇൻ ബെൽജിയം ഓർ ബെൽജിയം മോഡൽ. അപ്പോൾ ബെൽജിയത്തിലെ പവർ ഷെയറിങ്ങിനെ ബെൽജിയൻ മോഡൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Belgian leaders recognized regional differences and cultural diversities. ശ്രീലങ്കയിലെ നേതാക്കന്മാർ സിംഹളാസിന്റെ ആധിപത്യം തമിഴന്മാരുടെ മേൽ, ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾ ന്യൂനപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ബെൽജിയത്തിലെ നേതാക്കന്മാർ പരസ്പരം ചർച്ചകളിലൂടെയും മറ്റും അവർ ഒത്തൊരുമയോടുകൂടി കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് എല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് അവിടെ സ്വീകരിച്ചത്. ബെൽജിയൻ ലീഡേഴ്സ് റെക്കഗ്നൈസ്ഡ് റീജിയണൽ ഡിഫറൻസസ്. ബെൽജിയത്തിലെ നേതാക്കന്മാർ പ്രാദേശികമായ വ്യത്യാസങ്ങളെ, റീജിയണൽ ഡിഫറൻസസിനെയും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെയും സാംസ്കാരികമായ വ്യത്യാസങ്ങളെയും അംഗീകരിക്കുകയുണ്ടായി. ആൻഡ് ദേ അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ്. അവർ പല നടപടികൾ അവിടെ സ്വീകരിച്ചു. ഈ നടപടികളെയാണ് ബെൽജിയത്തിലെ ലീഡേഴ്സ് അഡോപ്റ്റ് ചെയ്ത നടപടികളെയാണ്, നടപ്പിലാക്കിയ റിഫോംസിനെയാണ് ബെൽജിയം മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബെൽജിയൻ മോഡലിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. Constitution prescribes that the number of Dutch-speaking ministers and French-speaking ministers shall be equal in the central government. ബെൽജിയത്തിലെ നേതാക്കന്മാർ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കുകയും ആ ഭരണഘടന അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിൽ, കേന്ദ്ര ഗവൺമെന്റിൽ ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും തുല്യമായിരിക്കണം. ബെൽജിയത്തിൽ രാജ്യത്തിൽ ഭൂരിഭാഗവും ഡച്ച് സ്പീക്കേഴ്സ് ആണ്. ഡച്ച് സ്പീക്കേഴ്സ് 50%-ഉം ഫ്രഞ്ച് സ്പീക്കേഴ്സ് 40%-ഉമാണ് രാജ്യത്തിൽ. The Constitution prescribes that ബെൽജിയത്തിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് 40%-ഉം ഡച്ച് സ്പീക്കേഴ്സ് 50%-ഉമാണ്. ഡച്ച് സ്പീക്കേഴ്സ് 50%, ഫ്രഞ്ച് സ്പീക്കേഴ്സ് 40%. In the capital city Brussels, Dutch speakers 20% and French speakers 80%. രാജ്യത്തിൽ മൊത്തത്തിൽ ഡച്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. എന്നാൽ ക്യാപിറ്റൽ സിറ്റിയായ ബെൽജിയത്തിന്റെ തലസ്ഥാന നഗരമായ ബ്രസൽസിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആണ് മെജോറിറ്റി. ബെൽജിയത്തിലെ നേതാക്കന്മാർ റീജിയണൽ ഡിഫറൻസസിനെയും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെയും റെക്കഗ്നൈസ് ചെയ്തു, പരസ്പരം അംഗീകരിച്ചു. അങ്ങനെ അവർ ചില റിഫോംസ് ആണ് നടപ്പിലാക്കി. അതിനുവേണ്ടി അവർ ഒരു ഭരണഘടന നിർമ്മിച്ചു. ആ ഭരണഘടന, the Constitution prescribes that the number of, ആ പുതിയ ഭരണഘടന എന്താണ് നിർദ്ദേശിക്കുന്നത്? The Constitution prescribes that the number of Dutch speaking and French speaking ministers are equal in the central government. പുതിയ ഭരണഘടന അനുസരിച്ച്, ബെൽജിയത്തിലെ ഭരണഘടന അനുസരിച്ച് അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിൽ, സെൻട്രൽ ഗവൺമെന്റിൽ ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും, ഡച്ച് ഭാഷ സംസാരിക്കുന്ന മന്ത്രിമാരും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന മന്ത്രിമാരും തുല്യമായിരിക്കണം. രണ്ട് ഭാഷകൾ സംസാരിക്കുന്നവർക്കും തുല്യമായ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം സെൻട്രൽ ഗവൺമെന്റിൽ. രണ്ടാമതായി,
many of the powers of the central government have been given to the state governments. ബെൽജിയത്തിൽ സെൻട്രൽ ഗവൺമെന്റിനുള്ള പല അധികാരങ്ങളും ആർക്കും നൽകി? സ്റ്റേറ്റ് ഗവൺമെന്റിനും നൽകി. Many of the powers of the central government have been given to the state governments of the two regions of the country. The state governments are not subordinate to the central government. അപ്പോൾ രണ്ടാമത്തെ റിഫോം ഇതാണ്. Many of the powers of the central government are given to the state government. സെൻട്രൽ ഗവൺമെന്റിനുള്ള പല അധികാരങ്ങളും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നൽകി. And the state governments are not subordinate to the central government. ബെൽജിയത്തിലെ സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് സബോർഡിനേറ്റ് അല്ലാതാക്കി. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഇൻഡിപെൻഡന്റ് ആയ പവേഴ്സ് ഉണ്ട്. ബെൽജിയത്തിലെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലല്ല, സബോർഡിനേറ്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലല്ല. ഇന്ത്യയിലും അങ്ങനെയാണ്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇൻഡിപെൻഡന്റ് ആയ അധികാരങ്ങളുണ്ട്. അതുപോലെ ബെൽജിയത്തിലെ കേന്ദ്ര ഗവൺമെന്റിനുള്ള പല അധികാരങ്ങളും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകി. സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് സബോർഡിനേറ്റ് അല്ല. മൂന്നാമതായി, ബ്രസൽസ് ഹാസ് എ സെപ്പറേറ്റ് ഗവൺമെന്റ് in which both the communities have equal representation. തലസ്ഥാന നഗരമായ ബ്രസൽസിലും ഒരു സെപ്പറേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിലും ഫ്രഞ്ച് സ്പീക്കേഴ്സിനും ഡച്ച് സ്പീക്കേഴ്സിനും ഈക്വൽ റെപ്രസെന്റേഷൻ ആണ് ഉണ്ടായിരുന്നത്. ബ്രസൽസിലെ ഗവൺമെന്റിലും തലസ്ഥാന നഗരമായ ബ്രസൽസിലെ ഗവൺമെന്റിലും ഫ്രഞ്ച് സ്പീക്കേഴ്സിനും ഡച്ച് സ്പീക്കേഴ്സിനും ഈക്വൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. തുല്യമായ മിനിസ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. നാലാമതായി, അപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് there is a third kind of government called community government in Belgium. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പുറമെ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ന പേരിൽ മറ്റൊരു ഗവൺമെന്റ് കൂടി ബെൽജിയത്തിൽ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പുറമെ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ന പേരിൽ മറ്റൊരു ഗവൺമെന്റും ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിൽ ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ സ്പീക്കേഴ്സിന് സ്പീക്കേഴ്സായ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ബെൽജിയത്തിലെ പവർ ഷെയറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ ബെൽജിയൻ മോഡൽ എന്നും അറിയപ്പെടുന്നു. വാട്ട് ആർ ദ മെയിൻ എലിമെന്റ്സ് ഓഫ് ബെൽജിയൻ മോഡൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബെൽജിയൻ മോഡൽ? ബെൽജിയൻ മോഡലിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകളാണ് എഴുതേണ്ടത്. ഫസ്റ്റ്, മെനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഹാവ് ബീൻ ഗിവൺ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒന്ന് ആദ്യം പറഞ്ഞത്, എ കോൺസ്റ്റിറ്റ്യൂഷൻ. The Constitution of Belgium prescribes that both the French speaking and Dutch speaking ministers are equal in the central government. അതാണ് ഒന്നാമത്തെ പോയിന്റ്. The Constitution of Belgium prescribes that the French speaking and Dutch speaking ministers are equal in the central government. സെൻട്രൽ ഗവൺമെന്റിൽ ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും ഈക്വൽ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്. പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് ഇൻ ബെൽജിയം ഓർ ബെൽജിയൻ മോഡൽ. ബെൽജിയൻ മോഡൽ എന്നോ അല്ലെങ്കിൽ ബെൽജിയത്തിലെ പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൽജിയം പ്രിസ്ക്രൈബ്സ് ദാറ്റ് Dutch speaking and French speaking ministers are equal in the central government. സെൻട്രൽ ഗവൺമെന്റിൽ, കേന്ദ്ര ഗവൺമെന്റിൽ ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും തുല്യമായിരിക്കണമെന്ന് അവിടുത്തെ ഭരണഘടന നിർദ്ദേശിക്കുന്നു. ബെൽജിയത്തിലെ ഭരണഘടന അനുസരിച്ച്, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന മന്ത്രിമാരും ഡച്ച് ഭാഷ സംസാരിക്കുന്ന മന്ത്രിമാരും തുല്യമായിരിക്കണം. The Constitution of Belgium prescribes that French speaking and Dutch speaking ministers are equal in the central government. The Constitution of Belgium prescribes that French speaking and Dutch speaking ministers are equal in the central government. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, many of the powers of the central government are given to the state government. സെൻട്രൽ ഗവൺമെന്റിനുള്ള, കേന്ദ്ര ഗവൺമെന്റിനുള്ള പല അധികാരങ്ങളും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകിയിരിക്കുന്നു. Many of the powers of the central government are given to the state government
സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ നോട്ട് സബോർഡിനേറ്റ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. ബെൽജിയത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലല്ല, കീഴിലല്ല, സബോർഡിനേറ്റ് അല്ല. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. മെനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആർ ഗിവൺ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ നോട്ട് സബോർഡിനേറ്റ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. രണ്ടാമത്തെ പോയിന്റ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്. ബ്രസൽസ് ഹാസ് എ സെപ്പറേറ്റ് ഗവൺമെന്റ് ഇൻ വിച്ച് ബോത്ത് ഫ്രഞ്ച് സ്പീക്കിംഗ് ആൻഡ് ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സ് ആർ ഈക്വൽ. ബ്രസൽസിലും ഒരു സെപ്പറേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ബ്രസൽസിലെ ഗവൺമെന്റിലും ഫ്രഞ്ച് സ്പീക്കേഴ്സിനും ഡച്ച് സ്പീക്കേഴ്സിനും ഈക്വൽ റെപ്രസെന്റേഷൻ ആയിരുന്നു. ബ്രസൽസിൽ തലസ്ഥാന നഗരമായ ബ്രസൽസിൽ ഒരു പ്രത്യേക ഗവൺമെന്റ് ഉണ്ടായിരുന്നു. തലസ്ഥാന നഗരമായ ബ്രസൽസിലെ സർക്കാരിലും ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സ് ഡച്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സും ഈക്വൽ ആയിരുന്നു. അല്ലെങ്കിൽ ഫ്രഞ്ച് സ്പീക്കേഴ്സിനും ഡച്ച് സ്പീക്കേഴ്സിനും ഈക്വൽ റെപ്രസെന്റേഷൻ ആയിരുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമതായി, അപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, there is a third level of government in Belgium called community government. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിനും പുറമെ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ന പേരിൽ മറ്റൊരു ഗവൺമെന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, there is a third kind of government. This community government is elected by the people belonging to one language community. ഓരോ ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയും ഇലക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഡച്ച് സ്പീക്കേഴ്സിന് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് സ്പീക്കേഴ്സിന് ഉണ്ടായിരുന്നു, ആൻഡ് ജർമ്മൻ സ്പീക്കേഴ്സ്, അങ്ങനെ ഓരോ ഭാഷ സംസാരിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതാണ് മൂന്നാമത്തെ ലെവലിലുള്ള ഗവൺമെന്റ്. അപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, there is a third level of government called community government in Belgium. ഇതുമാണ് ബെൽജിയത്തിലെ പവർ ഷെയറിംഗ് എന്നറിയപ്പെടുന്നത്. ഇതിനെ ബെൽജിയൻ മോഡൽ, ഫീച്ചേഴ്സ് ഓഫ് ബെൽജിയം മോഡൽ എന്നോ പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് ഇൻ ബെൽജിയം എന്നോ ചോദിച്ചാൽ ഈ 4 പോയിന്റുകളാണ് എഴുതേണ്ടത്.